ചെറുപരിപ്പ് പായസം ശർക്കരയും തേങ്ങാപ്പാലും ഒഴിച്ച് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. നല്ല ചുമക്ക നല്ല പൊൻനിറമാവുന്നത് വരെ ഇതുപോലെ വറുത്തെടുക്കുക. നന്നായിട്ട് വറന്ന് കിട്ടുമ്പം പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടും. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. ചൂടോടെയാണ് വെള്ളം ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് ഇതുപോലെ കലക്കുക, അല്ലെങ്കിൽ കൈ പൊള്ളും. അത് കഴിഞ്ഞ് 3-4 പ്രാവശ്യം നല്ലോണം കഴുകി വെള്ളം കളഞ്ഞിട്ട് അത് കുക്കറിലേക്ക് നമുക്ക് മാറ്റാം. കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ 1 കപ്പ് ചെറുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതിന് അതേ കപ്പിൽ 3 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. 2-3 വിസിൽ നന്നായിട്ട് പരിപ്പ് നല്ലോണം വെന്ത് കിട്ടണം. പ്രഷർ താഴുമ്പം ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ശകലം തരിതരിപ്പ് അവിടെ ഇരിക്കണം. അപ്പം ആ പായസത്തിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിക്കുക. 1/4 തൊട്ട് 1/4-2 കപ്പ് വരെ ശർക്കര എടുക്കാം. അവരവർക്ക് എത്രയാണോ ടേസ്റ്റിന് ഇഷ്ടം അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുക. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം 3-ാം പാൽ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് 3-ാം പാൽ ഒരു 2-3 ഗ്ലാസ് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം 2-ാം പാൽ ഒഴിക്കുക. അതും നന്നായിട്ട് വറ്റി വരുമ്പം ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പം ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിലേക്ക് 1.5 കപ്പ് 1-ാം പാൽ മാത്രമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പം 2-ാം പാലും 3-ാം പാലും ഒഴിക്കുകയാണെങ്കിൽ അത് ഇതുപോലെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കുറുകി വന്നതിന് ശേഷം വേണം 1-ാം പാൽ ഒഴിക്കാനായിട്ട്. ഏത് പായസത്തിലാണെങ്കിലും 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളപ്പിക്കരുത്. ഒന്ന് ചൂടായിട്ട് വരാനേ പാടുള്ളൂ. ഒന്ന് ചൂടായിട്ട് വരുമ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും തേങ്ങയുടെ കഷ്ണങ്ങൾ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർക്കുക. 2 ടീസ്പൂൺ നെയ്യിൽ തേങ്ങയുടെ കഷ്ണങ്ങൾ ഇപ്പോൾ ഒരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തും കൂടെ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഇടുക. അപ്പോൾ രണ്ടും കറക്റ്റായിട്ട് ഒരേ സമയം നമുക്ക് വറുത്തെടുക്കാവുന്നതുമാണ്. വറുത്തെടുത്തത് ചൂടോടെ പായസത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ചൂടോടെ വിളമ്പുക. ഇതിപ്പം 1.5 കപ്പ് തേങ്ങാപ്പാൽ 1-ാം പാൽ മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ അതൊന്നും കൂടെ കട്ടിയാവും. അങ്ങനെ കട്ടിയാവുന്നെങ്കിൽ അതിൽ സാധാരണ പാലൊന്നും ഒഴിച്ച് നമുക്കിത് നേർപ്പിച്ച് എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.